ഓട്ടോമാറ്റിക് മോഡിൽ ഫോട്ടോ എടുക്കുന്ന മാറ്റിയിട്ട് നിങ്ങളുടെ ക്യാമറേൻ്റെയും ഫോണിൻ്റെയൊക്കെ ഫുൾ പൊട്ടൻഷ്യലിൽ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനുവൽ മോഡിൽ ഫോട്ടോ എടുത്ത് പഠിക്കണം. സോ അതിന് ആദ്യം ചെയ്യേണ്ടത് എക്സ്പോഷർ ട്രയാങ്കിൾ പഠിക്കുക എന്നുള്ളതാണ്. ഹായ് എവരിവൺ, വെൽക്കം ടു ദി തേർഡ് എപ്പിസോഡ് ഓഫ് കൂടെ കൂടി ഫോട്ടോഗ്രാഫി പഠിക്കാം ട്യൂട്ടോറിയൽ സീരീസ്. ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ആവുന്ന ലൈറ്റ് ക്യാമറ ലെൻസിലൂടെ കടന്നു വന്ന് ക്യാമറ സെൻസറിൽ പതിയുന്ന സമയത്താണ് നമുക്കൊരു ഫോട്ടോ കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ഇമേജ് ക്യാപ്ചർ ആവുന്നത്. അത്തരത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു ഇമേജിലെ എമൗണ്ട് ഓഫ് ലൈറ്റിനെയാണ് എക്സ്പോഷർ എന്ന് പറയുക. ദാറ്റ് മീൻസ് ലൈറ്റ് കൂടിയ ഇമേജിനെ നമ്മൾ ഓവർ എക്സ്പോസർ ഇമേജ് എന്ന് പറയും. അതുപോലെ തന്നെ ലൈറ്റ് കുറഞ്ഞ ഇമേജസിനെ അണ്ടർ എക്സ്പോസർ എന്ന് പറയും. അതുപോലെ തന്നെ വളരെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ലൈറ്റപ്പ് ഒക്കെ ചെയ്തെടുത്ത ഇമേജ് ആണെങ്കിൽ അതിനെ നമ്മൾ പ്രോപ്പർലി എക്സ്പോസർ ഇമേജ് എന്ന് പറയും. നമ്മൾ എടുക്കുന്ന ഒരു ഇമേജിൽ എത്രത്തോളം എക്സ്പോഷർ വേണം, ദാറ്റ് മീൻസ് എത്രത്തോളം ലൈറ്റ് വേണമെന്ന് തീരുമാനിക്കുന്നത് 3 ഫാക്ടേഴ്സാണ്: അപ്പർച്ചർ, ഷട്ടർ സ്പീഡ് ആൻഡ് ISO. ഈ 3 വാല്യൂസിനെയും കമ്പയർ ചെയ്ത് പറയുന്ന പേരാണ് എക്സ്പോഷർ ട്രയാങ്കിൾ. സപ്പോസ് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി 2 വാല്യൂസ് കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഈ ഒരു 3 വാല്യൂസിനെയും കമ്പയർ ചെയ്തിട്ട് എക്സ്പോഷർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഓട്ടോമാറ്റിക് മോഡിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ 3 വാല്യൂസിനെയും ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് സെറ്റ് ചെയ്യുന്നുണ്ടാവും. സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ വാല്യൂസിനെയൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാനുവൽ മോഡിൽ ഫോട്ടോ എടുത്ത് പഠിക്കണം. സോ നമ്മുടെ ട്യൂട്ടോറിയൽ സീരീസ് കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും നിങ്ങൾ മാനുവൽ മോഡിൽ ഫോട്ടോ എടുക്കാൻ ക്യാപ്പബിൾ ആവും. ഈ ഒരു ലെസൻ്റെ നോട്ട്സ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ട്രയാങ്കിൾ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നോട്ട്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂടിയാൽ സംഭവം കളറാക്കാം.